ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അല്ലെങ്കിൽ എന്തിൻ്റെ ആണെങ്കിലും സീലിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാനൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത് ഡ്യൂട്ടൺ എന്ന് പറയുന്ന കമ്പനിയുടെ ജർമ്മനിയാണ് ഇതിൻ്റെ ഒറിജിൻ വരുന്നത്. അതിൻ്റെ വരുന്ന സ്ക്വയറിൽ വരുന്നുണ്ട്, റൗണ്ട് ടൈപ്പ് വരുന്നുണ്ട്. ഏതാണോ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പാനൽ ലൈറ്റ്സ് ആണ് വരുന്നത്. സ്ക്വയർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്ക്വയർ ആയിട്ട് കൊടുക്കാം. ഇനി അതല്ല റൗണ്ടാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ റൗണ്ടായിട്ട് കൊടുക്കാം. 6 വാട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം, ഓരോ കമ്പനികൾക്കും അവരുടേതായ രീതിയിലുള്ള കളർ സെലക്ട് ഓൾറെഡി ഉണ്ട്. ഇതിപ്പോൾ കറക്റ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് റൗണ്ടാണ്. നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് റൗണ്ട് WW എന്നുണ്ട്. 3 കളറുകളാണ് ഈ കമ്പനിക്ക് ഉള്ളത്. WW എന്ന് വെച്ചാൽ വാം വൈറ്റ്, ന്യൂട്രൽ വൈറ്റ്, പിന്നെ വൈറ്റ്. ഇങ്ങനെ 3 കളറുകളാണ് ഉള്ളത്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. WW എന്ന് പറഞ്ഞാൽ വാം വൈറ്റ്, NWH എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രൽ വൈറ്റ്, പിന്നെ വരുന്നത് സാധാ വൈറ്റ്. ഇങ്ങനെ 3 കളറുകളാണ് ഈ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അതിൻ്റെ MRP കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ അകത്ത് MRP കൊടുത്തിരിക്കുന്നത് 400 സംതിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത്രയും റേഞ്ച് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് എന്തായാലും അഫോർഡബിളായ രീതിയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ മെയിനായിട്ട് നോക്കുന്നത് ഇതിൻ്റെ ഗ്യാരണ്ടിയാണ്. 2 വർഷം വാറണ്ടിയാണ് തന്നത്. 2 വർഷം ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട്. അതായത് റീപ്ലേസ്മെൻ്റ് ആണ് ഗ്യാരണ്ടി തരുന്നത്. ഡ്യൂട്ടൺ എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൂക്കർ, ഡ്യൂട്ടൺ ഇങ്ങനത്തെയൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൽ നല്ല ഹൈ ലെവലിൽ ക്വാളിറ്റിയിൽ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ തന്നെ കടപിടിക്കുന്നതുമായിട്ടുള്ള മെറ്റീരിയൽസാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സീലിംഗ് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ് നമ്മൾ ഈ കാണുന്നത്. അതായത് പാനൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ സീലിങ്ങിൽ അല്ല കൊടുത്തിരിക്കുന്നത്. സീലിംഗ് ഉദ്ദേശിച്ച സീലിംഗ് വർക്ക് ജിപ്സത്തിലല്ല കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ സീലിംഗ് ചെയ്യാതെ തന്നെ വാർക്കയുടെ അകത്തിരുന്ന ബോക്സിലാണ് ഈ കൊടുത്തിരിക്കുന്നത്. വാർക്കയുടെ അകത്തിരുന്ന ബോക്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് കയറി നോക്കാവുന്നതാണ്. ഇനി അതിലാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ വാം വൈറ്റ്സ്. ഇതാണ് ഈ കമ്പനിയുടെ വാം വൈറ്റ്സ് എന്ന് പറയുന്നത് കളർ വരുന്നത്. വാം വൈറ്റ്സ് ആണ് അത്യാവശ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയൽ വരുന്ന ഏരിയകളിലും അത് ലിവിങ് ഏരിയയിലും വീടിൻ്റെ ഫ്രണ്ട് ഏരിയകളിലും വാം വൈറ്റ്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വൈറ്റ് ലൈറ്റുകളൊക്കെ നമ്മൾ റൂമിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം റൂമിൻ്റെ അകത്ത് നമുക്ക് വെട്ടം ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് വൈറ്റ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ലുക്ക്. ഇനി അത് ആംബിയൻസ് രീതിയിലുള്ള റൂം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ന്യൂട്രൽ വൈറ്റ് അല്ലെങ്കിൽ വാം വൈറ്റ്സ് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പൊതുവേ വാം വൈറ്റ്സ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് നോർമൽ ലെവലിലെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വാം വൈറ്റ്സ് ആണ്. വൈറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് റൂമിൻ്റെ അകത്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ ന്യൂട്രൽ വൈറ്റ്സ് നമ്മൾ ഉപയോഗിക്കാം. വാം വൈറ്റ്സിനെ കൂടുതലായിട്ട് മഞ്ഞ നിറം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് ന്യൂട്രൽ വൈറ്റ്സ് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലും നമുക്ക് ഇതുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.